രാമായണത്തിന്റെ പേര് പറഞ്ഞാണ് വടക്കേ ഇന്ത്യയിൽ അയോധ്യ എന്ന സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കുറെ വർഷങ്ങളായി ഇന്നും വലിയ മത്സരവും കടുത്ത വിദ്വേഷവും നടന്നുകൊണ്ടിരിക്കും. പല സുഹൃത്തുക്കളും എന്നോടും എന്നെ പോലെയുള്ള പല ചരിത്രകാരന്മാരോടും ചോദിക്കുകയുണ്ടായി, ഇത് ചരിത്രത്തിന്റെ ഒരു പൈതൃകമല്ലേ, കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള ചരിത്രത്തെ, അതുകൊണ്ട് ചരിത്രകാരന്മാരായ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ബാബറുടെ പള്ളി എന്നൊരു കൂട്ടര്, ശ്രീരാമന്റെ ജന്മസ്ഥലം എന്ന് വേറൊരു കൂട്ടര്, ഇങ്ങനെ രണ്ട് മതവിശ്വാസങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഒരു ഭാഗത്ത് ജനങ്ങള് മത്സരിക്കുകയും ആ മത്സരം വടക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലെയും സാമൂഹ്യ ജീവിതത്തെ ആകമാനം ഒരുപക്ഷെ നമുക്കത് അറിയാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ സഞ്ചരിക്കുമ്പോഴേ നമുക്കത് അറിയാൻ കഴിയും. വടക്കേ ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തിന്റെ പല വശങ്ങളെയും വിഷദൂഷിതമാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരും ചോദിക്കുകയുണ്ടായി, ചരിത്രകാരന്മാരെന്ന നിലയിൽ നിങ്ങൾക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്വമില്ലേ, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ അവരോടൊക്കെ ഞാൻ പറയാറുള്ളത്, ഇത് ചരിത്രത്തിന്റെ ഒന്നും കാര്യമല്ല. ശ്രീരാമൻ ഒരു ചരിത്ര പുരുഷനാണോ എന്ന് ചോദിച്ചാൽ ചരിത്രത്തെക്കാൾ അധികം ഐതിഹ്യമാണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ളത്. പിന്നെ ബാബർ ഒരു ചരിത്ര പുരുഷനാണ്. എങ്കിലും ബാബർ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീരാമന്റെ ജന്മഭൂമിയിലാണ് പള്ളി ഉണ്ടാക്കി പോയതെങ്കിൽ അത് വലിയ തെറ്റൊന്നുമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒരു പള്ളിയോ അമ്പലമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു പള്ളിയോ ജൂതന്മാരുടെ ഒരു പള്ളിയോ ഇതൊക്കെ ദൈവത്തെ ആരാധിക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനാർക്കും ആരാധിക്കാവുന്നതാണ്. അതിനാർക്കും ആക്ഷേപം തോന്നേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ഇതേപോലെ ഒരു ഈദ് പെരുന്നാള്, ഈദ് സുഹൃൽ സമ്മേളനം ബാബറി മോസ്കിന്റെയും അയോധ്യയിലെ രാമ ജന്മഭൂമിയുടെയും ഒക്കെ ആണെന്ന് പറയപ്പെടുന്ന ആ കേന്ദ്രത്തിൽ എന്ന് ആഘോഷിക്കാൻ സാധ്യമാവുമോ അന്ന് മാത്രമാണ് ഭാരതത്തിന്റെ ഐക്യം സ്ഥാപിതമാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.